പോലുള്ള മാർഗദർശകരുണ്ട്, സൈക്കോളജിക്കല്, പിന്നെ സാറിനെ പോലെയുള്ള കാവലാളുകൾ, പിന്നെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് സുഭാഷ് സാറിനെ പോലെയുള്ള ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് അവരോട് വളരെ വളരെ നന്ദി പറയണം. അതൊക്കെ വലിയൊരു ചാൻസാണ് അവർക്കുള്ളതെല്ലാം. അത് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. കാരണം ഈ കുട്ടികളുടെ ഈ പട്ടം പോലെയല്ല, അവർ ബ്രേക്ക് പോലെയാണ്. അവരിങ്ങനെ പറക്കട്ടെ, പക്ഷെ നമ്മളൊക്കെ ബാക്കിലൊരു പട്ടം പോലെ ബ്രേക്ക് പോലെയും ഇരിക്കണം. അത്രയുള്ള ഒരു ആവശ്യങ്ങൾ. അപ്പൊ ഇവരുടെ ലോകം സ്വർഗീയമാക്കാനാണ് തമ്പരൂർ വിട്ടിട്ടുള്ളത് ഒരു കാര്യം. അപ്പൊ അവരെന്തൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ട്? നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കണ്ടാക്കൊണ്ട സാധനങ്ങൾ കൊടുക്കാതെ അമ്മമാര് നല്ല വൃത്തിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം നമുക്കെല്ലാവർക്കും. കാരണം കുട്ടികൾക്ക് ആ ഫുഡാണ്. ഹെൽത്ത് ഇസ് വെൽത്ത്, ഒരു സംശയമില്ല. കാരണവന്മാര് പറഞ്ഞപ്പോഴല്ലേ ഉണ്ടവൻ നോക്കാൻ. ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് ഒരു അസുഖമില്ല. അല്ലാത്ത കുട്ടികൾ എന്നും വരിക, ഒരു ദിവസം കൊണ്ട് പനി മാറിയില്ലെങ്കിൽ എന്നെ കൊണ്ട് ആന്റിബയോട്ടിക്സ് ചെയ്തിരിക്കും. പിന്നെ എന്നോട് പറയും, റഫറേയും പറയും, ഈ ജാതി തന്നെ നമ്മുടെ നാട്ടിൽ ചികിത്സ രീതി കൊണ്ടുപോകുന്നത്. നല്ല വൃത്തിയിലും ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. രണ്ടാമത് അവർക്ക് വേണ്ടത് ആക്ടിവിറ്റി. കാരണം അവരുടെ ഓടണം, ചാടണം, തലൂത്തി പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഹാർട്ട് വളരെ ഹാപ്പി ആയിരിക്കും, ബോഡി ഫിറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇൻഡസ് ഗ്രൂപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. തേർഡ് തിങ്, നന്നായി ഉറങ്ങണം. ഒരു റീചാർജ് സ്റ്റേഷൻ പോലെ ഉറക്കം അത്യാവശ്യമാണ് മക്കൾ. നന്നായി ഉറങ്ങണം നിങ്ങളെല്ലാവരും. പിന്നെ തേർഡ് തിങ് ഫോർത്ത് മാനസിക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. കാരണം ആൾ പറഞ്ഞാലേ മുല്ലപ്പൂവടി ഏറ്റും കിടക്കും കല്ലിനോണ്ട സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ സംസർഗേണ ദോഷഗുണം ഭവന്തി. നല്ല നല്ല കൂട്ടുകെട്ടും സജ്ജനങ്ങളായിട്ടുള്ള ബന്ധങ്ങളും, അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു ഷെയർ ചെയ്യാൻ പഠിക്കുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കൊന്നും വേണ്ട, എല്ലാം നമ്മുടെ ലൈഫിലേക്കൊക്കെ വരും. എല്ലാ കാര്യങ്ങളും ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പോയ ആശംസകൾ എല്ലാവർക്കും ഇൻഡസ്ട്രിയിൽ ഒന്നുകൂടി ആശംസ തരുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.